എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ വണ്ടി കഴുകിയിട്ട് പള്ളിയിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. നമ്മളെപ്പോൾ വണ്ടി കഴുകാൻ പോയാലും മാനുവൽ വാഷിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് വാഷിംഗ് അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധിക്കുമെങ്കിലും തൃപ്തി വരണമെങ്കിൽ നമ്മൾ മാനുവലി വാഷ് ചെയ്യണം. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ പള്ളിയിലേക്ക് എത്തി. മർത്തോമ ചർച്ച് ഓഫ് ഒക്ലഹോമ എന്ന പേരിലാണ് നമ്മുടെ പള്ളി അറിയപ്പെടുന്നത്. അങ്ങനെ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ചു കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയാണ്. പിക്ചർ എടുക്കാൻ വേണ്ടി നമ്മൾ ഒക്ലോമ സിറ്റിയിലെ തന്നെ ഡൗൺ ടൗണിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഈ ബൊട്ടാണിക്കൽ ഗാർഡന്റെ അകത്തേക്കാണ് നമ്മൾ പിക്ചർ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ഈ ബൊട്ടാണിക്കൽ ഗാർഡന്റെ അകത്ത് നമുക്ക് വാഴയും ചേമ്പും ചേനയും എല്ലാം കാണാൻ സാധിക്കും. അങ്ങനെ പകലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്കും കിങ്ങിണി പറഞ്ഞു കിങ്ങിണിക്ക് വെളിയിൽ നിന്ന് കഴിക്കണമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, കിങ്ങിണിയെ റെഡിയാക്കി നമ്മൾ വെളിയിലേക്ക് കഴിക്കാനുള്ള പരിപാടി പ്ലാൻ ചെയ്തു. അങ്ങനെ ഇന്ന് നമ്മുടെ കൂടെ കഴിക്കാൻ പോകാൻ വേണ്ടി 2 ഗസ്റ്റുകൾ കൂടി ഉണ്ട്. അവരാരെന്ന് നമുക്ക് കടയിൽ ചെല്ലുമ്പോഴത്തേക്ക് കാണാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തിരഞ്ഞെടുത്ത കട തമാശി എന്ന് പറഞ്ഞിട്ട് ജാപ്പനീസ് നൂഡിൽസ് കിട്ടുന്ന ഒരു കടയായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കടയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് കിട്ടാൻ വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ 2 ഗസ്റ്റ് വേറെ ആരുമല്ല, നമ്മുടെ പള്ളിയിലെ അച്ഛനും കൊച്ചമ്മയാണ്. അങ്ങനെ സംസാരിച്ചിരുന്ന വഴിക്കാണ് ഇന്ന് കൊച്ചമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് അറിയാൻ സാധിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, ചെറിയൊരു സർപ്രൈസ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാർട്ടർ കഴിച്ചെത്തിയപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഗാർലിക് ഫ്രൈഡ് റൈസ് എത്തിയായിരുന്നു. മെനുവിലുള്ളതിൽ വെച്ച് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൈഡ് റൈസ് ആണിത്. നമ്മളെപ്പോഴും ഫ്രൈഡ് റൈസും പിന്നെ കറി റാമൻ നൂഡിൽസും ആണ് നമ്മൾ ഓർഡർ ചെയ്യാറുള്ളത്. ഇതിലൊക്കെ വെച്ച് കിങ്ങിണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നൂഡിൽസ് ആണ്. അത് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും അവള് തിരിഞ്ഞു നോക്കൂല. Good evening, everybody. Can I have your attention, please? We have another birthday for Gigi. If you don't mind singing along. Happy birthday to you. Happy birthday to you. Happy birthday, dear Gigi. Happy birthday to you. അങ്ങനെ ഇന്നലെ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു കൊച്ചമ്മയുടെ ബർത്ത്ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും വീണ്ടും റോഡിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് നമ്മൾ പെൻസിൽവേനിയക്കാണ് ലോഡും കൊണ്ട് പോകുന്നത്. ആ ലോഡ് എടുക്കുന്നത് ടെക്സസിലെ അമർലോ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്.
ടൈസൺ എന്ന് പറഞ്ഞ ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിയുടെ ഒരു പ്ലാന്റ് ആണിത്. ഇവിടുന്ന് നമ്മൾ നേരത്തെ ലോഡ് എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ നമ്മുടെ ലോഡ് ഡ്രോപ്പ് ആൻഡ് ഹുക്ക് ആണ്. അതുകൊണ്ട് തന്നെ ട്രെയിലർ ഇവിടെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ട്രെയിലറിന്റെ ടാൻഡംസ് അല്ലെ ബാക്കിലത്തെ ആക്സിൽ ഏറ്റവും ബാക്കിലത്തേക്ക് ആക്കിയിട്ട് വേണം ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി. ഡ്രോപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇവിടെ നമുക്ക് ട്രെയിലർ വാഷ് ഔട്ട് ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടത്തേക്ക് ബാക്കപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ട്രെയിലർ വാഷ് ഔട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ. ട്രെയിലർ വാഷ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ സേഫ്റ്റിയുടെ ഇതുകൊണ്ട് നമ്മൾ 2 ഡ്രൈവർമാരും വെളിയിലേക്ക് ഇറങ്ങിയിരിക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ ലോഡൊക്കെ പിക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് ഏകദേശം 1630 മൈലാണുള്ളത്. ഓൾമോസ്റ്റ് ഒരു 30-35 മണിക്കൂർ നമുക്ക് ഡ്രൈവ് ടൈം ഉണ്ട്. ഓക്ലഹോമ സിറ്റി വഴി തന്നെയാണ് നമ്മൾ പെൻസിൽവേനിയയിലേക്ക് പോകുന്നത്. രാവിലെ ഇറങ്ങിയപ്പോൾ എടുക്കാൻ വിട്ടുപോയ കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് ശ്വേതയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വാൾമാർട്ടിലെ പാർക്കിംഗ് ലോട്ടിലേക്ക് നമ്മൾ വണ്ടി നിർത്തി. ശ്വേതയും ശ്വേതയുടെ പപ്പയും കൂടിയാണ് സാധനങ്ങളുമായിട്ട് വരുന്നത്. പോകുന്ന വഴി ഓരോ സ്ഥലങ്ങളിലും അത്യാവശ്യം വെതർ നല്ല രീതിയിൽ ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു. ഗ്ലാസ്സിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഐസും പിടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മിസോറിയിലേക്ക് കയറിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ സ്നോ ഒക്കെ വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡീസൽ ഫ്രീസ് ആവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ലിക്വിഡ് മേടിച്ച് ഡീസൽ ടാങ്കിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്നോ ഒക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വെയിൽ വന്നതിന്റെ ഒരു ആശ്വാസത്തിൽ കുളിക്കാൻ വേണ്ടി നമ്മൾ ലൗസിലേക്ക് നിർത്തി. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വിൻഷീൽഡ് വൈപ്പറിന്റെ വാഷർ ഫ്ലൂയിഡ് മേടിച്ച് വണ്ടിയിലേക്ക് പോരുന്നു. അത്യാവശ്യം ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു സാധനമാണ് ഈ വാഷർ ഫ്ലൂയിഡ്. റോഡിലേക്ക് വീണ് കിടക്കുന്ന ഐസും സ്നോയും ഒക്കെ അലിയാൻ വേണ്ടി ഈ ഉപ്പും അങ്ങനത്തെ കുറെ കെമിക്കൽസും ഒക്കെ ഇവർ സ്പ്രേ ചെയ്യാറുണ്ട്. അത് ഫ്രണ്ടിലത്തെ വണ്ടിയിൽ നിന്ന് തെറിച്ച് നമ്മുടെ ഗ്ലാസ്സിലേക്കും വണ്ടിയിലേക്കും ഒക്കെ വീഴാറുണ്ട്. അത് ക്ലീൻ ചെയ്യാനാണ് ഈ വാഷർ ഫ്ലൂയിഡ് ഈ ടൈമിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറൊക്കെ കഴിച്ചിട്ട് നമ്മുടെ യാത്ര പിന്നെയും നമ്മൾ തുടങ്ങി.
അങ്ങനെ സമയം ഓൾമോസ്റ്റ് ഒരു 3:30 ആയിട്ടുണ്ട്. നമ്മൾ ലൗസിലേക്ക് വണ്ടി നിർത്തി കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് പോകാന്ന് വിചാരിച്ചു. രാവിലത്തെ ഡെലിവറി കഴിയുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ സ്ഥലം കൂടി വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഗ്യാസ് സ്റ്റേഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ടെങ്കിലും ലൗസിലേക്ക് കയറുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഫീലുണ്ട്. അതിവർ ഗ്യാസ് സ്റ്റേഷൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഈ കാണുന്ന ബ്ലൂ ഡെഫ് എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ട്രക്കിലും ബസ്സിലും ഒക്കെ യൂസ് ചെയ്യുന്ന ആർട്ട് ബ്ലൂ ആണ്. ഇവിടെ ഇതിന് ഡെഫ് എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ അൺലോഡിംഗ് ഒക്കെ ഓൾമോസ്റ്റ് പൂർത്തിയാവാറായി. ഇവിടെ നമ്മൾ ഇറക്കുന്നതിന് കുറച്ച് പൈസ കൊടുക്കണം. ഇവിടെ ലംബർ ഫീ എന്നാണ് അതിന് പറയുന്നത്. ഓൾമോസ്റ്റ് $150 നമുക്ക് ഇന്നിവിടെ പേ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ അൺലോഡിംഗ് ഒക്കെ കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ സ്ഥലം ഇന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, ഞങ്ങൾ അമേരിക്കയിലേക്ക് എത്താൻ വേണ്ടി മെയിനായിട്ട് കാരണമായിരുന്നത് ഞങ്ങളുടെ പപ്പയുടെ ചേട്ടൻ സാങ്കുട്ടി അങ്കിളും ഫാമിലിയാണ്. അവരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു കാരണവശാലും അമേരിക്കയിലേക്ക് എത്തില്ലായിരുന്നു. ട്രക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി ഒത്തിരി സ്ഥലങ്ങൾ നോക്കിയെങ്കിലും ഓവർനൈറ്റ് പാർക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്കിളിനെ വിളിച്ചപ്പോൾ അങ്കിള് പറഞ്ഞു വേറെ എങ്ങോട്ടും പോകണ്ട, നേരെ നമ്മുടെ ചർച്ചിലേക്ക് പോരാൻ. അങ്കിൾ ആ ചർച്ചിലെ ട്രസ്റ്റിയാണ്. അങ്ങനെ നമ്മൾ നേരെ ചർച്ചിലേക്ക് പോരുന്നു. അങ്ങനെ ട്രക്ക് ചർച്ചിലേക്ക് പാർക്ക് ചെയ്തപ്പോഴത്തേക്കും അങ്കിള് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി എത്തിയിരുന്നു. ഇവിടുന്ന് ഏകദേശം 10 മിനിറ്റാണ് അങ്കിളിന്റെ വീട്ടിലേക്കുള്ളത്. ഈ ഒരു ട്രിപ്പ് നമുക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു തന്നത്. കുറെ നാളുകൾക്ക് ശേഷം കണ്ടുകൊണ്ട് തന്നെ ഒത്തിരിയേറെ സംസാരിച്ചൊക്കെ ഇരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. ഈ ഓവർ സൈസ് ലോഡ് ഏതോ കമ്പനിയിലേക്കുള്ള വലിയ യൂണിറ്റും കൊണ്ടുള്ള പോക്കാണ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ലോഡാണിത്. രണ്ടു മൂന്നാഴ്ച മുന്നേ ആക്സിഡന്റ് നടന്ന അതേപോലത്തെ ഒരു ടണലാണിത്. നമ്മുടെ നാട്ടിലെ കുതിരാൻ തുരങ്കം പോലെയൊക്കെ ഇരിക്കും. ഇത് 2 മലകളിലേക്കുള്ള ഒരു ടണലാണ്. ഒരെണ്ണം കയറി ഇറങ്ങി ഉടനെ തന്നെ അടുത്തത് നമ്മൾ കയറി ഇറങ്ങും.
നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ലോഡ് വളരെ വ്യത്യസ്തമായ ഒരു ലോഡാണ്. അമേരിക്കയിലെ ട്രക്കിംഗ് ഫീൽഡിലുള്ള മലയാളികളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ടൈപ്പ് ലോഡാണ്. അപ്പൊ ആ ലോഡിന്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.